സഞ്ജു ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഏതാണ്? അതുപോലെ ഒരു ഡ്രീം കാർ ഉണ്ടെങ്കിൽ ഏത് വാഹനമാണ് സെലക്ട് ചെയ്യുക? വാങ്ങിക്കണമെന്നില്ല, ഒരു ഡ്രീം കാറായിട്ട് മനസ്സിലുള്ള വാഹനം ഏതാണ്? അതുപോലെ ടൂ വീലേഴ്സ് ഇഷ്ടമാണെങ്കിൽ ഒരു ഡ്രീം ബൈക്ക് ഏതാണ്? ചേട്ടനാണ് നായർ. വലിയ സന്തോഷം ചേട്ടനെ. ഞാൻ വണ്ടി ഇപ്പോൾ ഞാൻ ഓട്ടിക്കുന്നത് ലെക്സസ് 300H ഹൈബ്രിഡ് ആണ്. അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പ് ചേട്ടനെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. അപ്പോൾ എന്തായാലും ലെക്സസ് ആണ് ഓട്ടിക്കുന്നത്. ഇനിയും ഡ്രീം കാർ എന്ന് പറഞ്ഞത് വാങ്ങിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരിക്കുന്ന ഒരു ഡ്രീം കാർ എൻ്റെ റോൾസ് റോയ്സ് ആണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തകർക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. അതെ, അപ്പൊ അതാണ് റോൾസ് റോയ്സ്. പിന്നെ കറക്റ്റ് അല്ലേ, മറ്റേ RR ഇവിടത്തെ RR അത് മൂടല്ലേ. പിന്നെ ബൈക്കിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ബൈക്ക് എന്റെ ഒരു ഡ്രീം ബൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ എനിക്ക് ബൈക്ക്, നമ്മൾ ഈ ഡ്രീംസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ, അപ്പൊ അതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ അതൊക്കെ അല്ലേ ഇപ്പൊ നടന്നോണ്ടിരിക്കണത്. അതൊക്കെ ഭാഗ്യമല്ലേ. ചെറുപ്പത്തിലൊക്കെ ആകുമ്പോ ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്തൊക്കെ വേണം, അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഒരാൾ ഇതായിരിക്കണം, അതും എഴുതി വെച്ചേരുത്. ഒരാൾ അതിരിക്കുന്നു. പിന്നെ ഒരു സ്പോർട്സ് ബൈക്ക് ആ ഒരു ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. ഒരു സ്പോർട്സ് ബൈക്ക് ഏതെന്ന് പലതും ആ സമയത്തൊക്കെ ഭയങ്കര പ്രാന്തമായിട്ട് പലതും സെർച്ച് ചെയ്യും. ആ വാൾപേപ്പർ ആയിട്ടൊക്കെ നമ്മൾ വയ്ക്കും, വയ്ക്കും. അങ്ങനത്തെ കുറെ ബൈക്ക് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ബൈക്ക് ഓട്ടിക്കാറ് ഭയങ്കര കുറവാണ്. കാറാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചുള്ളൂ, എന്റെ ബർത്ത്ഡേക്ക് ഒരു ബൈക്ക് ഗിഫ്റ്റ് തന്നൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അങ്ങോട്ട് ഗിഫ്റ്റ്. അപ്പൊ അങ്ങനെയാണ് ഏത് ബൈക്ക് എന്നുള്ളത് പറഞ്ഞ. ഏത് ബൈക്കെന്ന് ഇതുവരെ ആയിട്ടില്ല. ഒരു സ്പോർട്സ് ബൈക്ക് കണ്ട നല്ല ഒരു അങ്ങനത്തെ ഒരു പവർ ബൈക്ക്, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു മസിൽ വേണം, കുറച്ച് പവർഫുൾ ആ ഒരു രീതിയാണ്. ബൈക്ക് മറ്റേ ക്രൂസ് ബൈക്ക് ഒന്നും അല്ല, അങ്ങനെ സ്പോർട്സ് ബൈക്ക് വേണം. അങ്ങനത്തെ സംഭവം ഏതാണ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ചേട്ടന്റെ അടുത്ത് ചോദിച്ച് കുറച്ച് അത് നമുക്ക് ബൈച്ചേട്ടൻ തന്നെ നമുക്ക്. അപ്പം ഒരു ബൈക്ക് ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ ചോദിച്ചു വാങ്ങിച്ച ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചൊന്നും വാങ്ങിച്ചില്ല. ഏറ്റവും റീസെന്റ് ആയിട്ട് കൊടുത്ത ഗിഫ്റ്റ് ഏതാ സഞ്ജുവിന് ഞാൻ കൂടുതൽ കൊടുക്കുന്ന എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള സാധനങ്ങളാ. എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്യുന്ന, അത് നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജുവിനും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. തിരിച്ച് സഞ്ജു വാങ്ങിച്ചു തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സഞ്ജു എനിക്ക് ഇതേപോലെ എല്ലാ ബർത്ത്ഡേക്ക് ഒരു ലെറ്റർ എഴുതി തരും. അത് മിക്കവാറും എല്ലാത്തിനകത്തൊരു കാർഡില് ഒരു വലിയ ഇതിൽ എഴുതിയിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും. അല്ലാതെ ഇപ്പൊ ഇത്തവണ എനിക്ക്